എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് ബിരിയാണി കഴിച്ചില്ലെങ്കിൽ അതെന്തോ അല്ലാത്തൊരു കുത്താണല്ലേ. അപ്പോൾ അതാ ഞാൻ മീൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മീനിന് മസാല ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും വിനാഗിരിയോട് ചേർത്തിട്ട് മസാല ഉണ്ടാക്കിയിട്ട് നമ്മുടെ മീനുമൊക്കെ നല്ലോണം നാട് പരട്ടി കൊടുക്കണം. ഞാൻ നെയ്മീനായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് മാറ്റി വെച്ചോളൂ. എന്നിട്ട് വേണം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ഒരു മീൻ പീസൊക്കെ പറക്കിയിട്ടിട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാനായിട്ട്. ഈ ഒരു വെളിച്ചെണ്ണ തന്നെയായിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ കനം കുറച്ച് നീളത്തിലായിട്ട് 4 സവാള പകുതിയായി വരുന്നവരെ വേണം കേട്ടോ വഴറ്റി കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പുറകെ തന്നെ 2 മീഡിയം സൈസ് തക്കാളി കൂടെ ചേർത്തിട്ട് പിന്നെ ഒന്നങ്ങോട്ട് വഴറ്റി എടുക്കണേ. ഇനി ഈ തക്കാളിയൊക്കെ ഒന്നങ്ങോട്ട് ഉടഞ്ഞു വരുന്ന സമയത്തെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചച്ചോവൊക്കെ മാറിക്കഴിഞ്ഞാലേ തൈര് എല്ലാവരും മീൻ്റെ കൂടെ കഴിക്കില്ല, ഞാൻ ചേർത്തിട്ടുണ്ട്. വേണ്ടാത്തൊരു ഇച്ചിരി ചെറുതാറിന് ഒഴിച്ചേറ്റിട്ടാ ഈ തൈരും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് 1 കപ്പ് നല്ല തിളച്ചുള്ള ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് പിന്നെ ആവശ്യമുള്ള മല്ലിയിലും പുതിനയൊക്കെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനൊക്കെ പെറുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ ഒന്നങ്ങോട്ട് കുറുകി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. ഈ തീ ഓഫ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കുറച്ചും കൂടെ മല്ലിയിലും പുതിനയുടെ മേലിട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. നെയ്ച്ചോറ് വെച്ചിട്ടാണ് ഞാൻ ബിരിയാണി ദമ്മിടാൻ പോണത്. അപ്പോൾ റൈസ് റെഡി ആയി കഴിഞ്ഞാൽ ദമ്പറിൻ്റെ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് നെയ്യിട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ റൈസ്, അതിൻ്റെ മേലെ നമ്മുടെ മസാല, അതിൻ്റെ മേലെ ബാക്കിയുള്ള റൈസ്. ഏറ്റവും മുകളിലായിട്ട് സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്തതും മല്ലിയില പുതിനയൊക്കെ ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിട്ടോ. നല്ലൊരു ആവി